ഈ കാണുന്നതാണ് മനാഫിന്റെ യൂട്യൂബ് ചാനൽ. ലോറി ഉടമ മനാഫ് എന്ന് പറയുന്ന ചാനലാണ്. അർജുനെ വിറ്റ് കാശുണ്ടാക്കിയെന്ന് അർജുന്റെ വീട്ടുകാരെ പരാമർശിച്ചേക്കുന്ന ചാനലാണിത്. 33 വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ ചാനലിലേക്ക് വന്നിരിക്കുന്ന വ്യൂവർഷിപ്പ് എന്ന് പറയുന്നത് 11,73,194 വ്യൂസ് ആണ്. 2,37,000 വരുന്ന സബ്സ്ക്രൈബേഴ്സുള്ള ഈ ചാനലിൽ നിന്നും ഇദ്ദേഹം നേടിയിരിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് അർജുനെ തിരിച്ചു കിട്ടി എന്ന് പറയുന്ന ഒരു സന്തോഷ വാർത്തയെക്കുറിച്ച് പറയുന്ന സമയത്തും അർജുനെ ജീവനോട് കൂടിയല്ല തിരിച്ചു കിട്ടി എന്നുള്ള ഒരു ദുഃഖകരമായിട്ടുള്ള വാർത്തയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നതല്ലേ. അദ്ദേഹത്തിന്റെ സംസ്കാര ശുശ്രൂഷയ്ക്ക് ഇരുന്ന് കാണുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചൊരു കാര്യം അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഒരു മാനസികാവസ്ഥയായിരുന്നു. കാരണം നമ്മുടെ ഒന്നും ആരും അല്ല എന്നുണ്ടെങ്കിലും, നമ്മുടെ സ്വന്തമല്ല ബന്ധമല്ല എന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ആ ഒരു സംസ്കാര ശുശ്രൂഷ കാണുന്ന സമയത്ത് അറിയാതെങ്കിലും കണ്ണു നിറഞ്ഞിരിക്കുന്ന ആൾക്കാരായിരിക്കും നമ്മൾ ഓരോ മലയാളികളും എന്ന് പറയുന്നത്. അത്രമാത്രം നമ്മളുടെ എല്ലാവരും കുടുംബത്തിലുള്ള ഒരു അംഗമായിട്ട് നമ്മൾ കണ്ടേക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറി അർജുൻ എന്ന് പറയുന്ന ഒരു ലോറി ഡ്രൈവർ. നമുക്കറിയാം, വയനാട് തുറന്നുണ്ടായിരിക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് പേര് മരണപ്പെടുകയും അവിടെ നിന്ന് ഒരുപാട് പേര് മൃതശരീരങ്ങൾ കണ്ടെത്തുകയും ഇന്നും അവിടെ 100-150 പേരുടെ മൃതശരീരങ്ങൾ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം, കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞു നിൽക്കുന്ന സമയത്തും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട്, ഒരേ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട്, അദ്ദേഹത്തിന്റെ ലോറിക്ക് വേണ്ടിയിട്ടും കേരളം ഒന്നാകെ കാത്തുനിന്നായിരുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു കഴിഞ്ഞ 71 ദിവസങ്ങൾ എന്ന് പറയുന്നത്. നീണ്ട 71 ദിവസങ്ങൾക്ക് ശേഷം അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കണ്ടെത്തിയതിന് ശേഷം മനാഫ് എന്ന് പറയുന്ന ലോറി ഉടമ എന്ന് പറയുന്നത് കേരളം കണ്ട ഒരു കണ്ട ദൈവമായിട്ട് മാറി എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ജാതിയില്ല, മതമില്ല, സ്വന്തം സഹോദരനെ പോലെ കൂടെ നിന്നുകൊണ്ട് 71 ദിവസങ്ങളോളം, ഒരു പക്ഷേ അർജുന്റെ കുടുംബം തന്നെ 71 ദിവസങ്ങളോളം അവിടെ കാത്തു നിന്നുണ്ടെന്നുള്ളൊരു കാര്യം സംശയമാണ്. അത്രമാത്രം ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആയിക്കൊണ്ട് ലോറി കണ്ടെത്താനായിട്ടും അർജുനെ കണ്ടെത്താനായിട്ട് ഒരുപാടധികം കഷ്ടപ്പെട്ടേക്കുന്ന, ഒരുപാടധികം പ്രയത്നിച്ചേക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് മനാഫ് എന്ന് പറയുന്ന ലോറി ഉടമ എന്ന് പറയുന്നത്. യൂട്യൂബ് ചാനൽ ഉണ്ടായത് ഈ ലോറി ഉടമ മനാഫ് എന്നുള്ള ഒരു പേര്, ആ ഒരു ബ്രാൻഡ് അന്നേക്ക് കയറിയിരുന്നു. അതാണ് അയാള് മനസ്സിലാക്കിയത് ശേഷമാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയത്. മനാഫ് എന്ന് പറയുന്ന വ്യക്തി അർജുനെ വിറ്റ് കാശുണ്ടാക്കുന്നു, അർജുന്റെ പേരിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, അർജുന്റെ പേരിൽ പണപ്പിരിവ് നടത്തുന്നു തുടങ്ങിയ പരാമർശങ്ങളുമായിട്ട് അർജുന്റെ കുടുംബം രംഗത്തോട്ട് വന്നായിരുന്നു. ഇത് കാണുന്ന സമയത്ത് സത്യത്തിൽ ഒരു ഷോക്കായിരുന്നു. കാരണം ആപത്ത് കാലത്ത് കൂടെ നിൽക്കുന്ന വ്യക്തിയെ ഒരിക്കൽ പോലും മറക്കാനായിട്ട് പാടില്ല എന്ന് പഠിച്ചേക്കുന്ന നമ്മളുടെ മുന്നിലോട്ടായിരുന്നു ഇത്തരത്തിലുള്ളൊരു ന്യൂസ് കാണാനായിട്ട് സാധിച്ചിരുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് ഒന്ന് വ്യക്തമായിട്ടൊന്ന് പഠിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാര്യമായിരുന്നു വിചാരിച്ചിരുന്നത്. കാരണം നമ്മൾ പറയുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള പ്രൂഫ് ഉണ്ടാവണം എന്നുള്ളൊരു കാര്യം വെച്ചുകൊണ്ട് തന്നെയായിരുന്നു നമുക്ക് കിട്ടാവുന്ന സോഴ്സുകൾ വെച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ അനലൈസ് ചെയ്ത് നോക്കിയത്. അർജുന്റെ കുടുംബം മനാഫ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ പരാമർശം എന്ന് പറയുന്നത് അർജുനെ വിൽക്കാനായിട്ട്, അർജുനെ വിറ്റ് അദ്ദേഹത്തിന് ഇമോഷൻ വിറ്റ് കാശാക്കാനായിട്ട് അർജുന്റെ വീഡിയോകൾ ചെയ്തുകൊണ്ട് മനാഫ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. ലോറി ഉടമ മനാഫ് എന്ന് പറയുന്ന പേരിലാണ് ഒരു യൂട്യൂബ് ചാനൽ മനാഫ് തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് അർജുന്റെ വീട്ടുകാർ പരാമർശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഞാൻ ഇദ്ദേഹത്തിന്റെ പേജ് ഒന്ന് കയറി അനലൈസ് ചെയ്യുന്ന സമയത്ത് ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന ചാനലിനകത്ത് 10,000-ഓളം വരുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ പേജ് എന്നാണ് ക്രിയേറ്റ് ചെയ്തത്, ഈ യൂട്യൂബ് ചാനൽ എന്നാണ് ക്രിയേറ്റ് ചെയ്തെന്നുള്ളൊരു കാര്യം വെച്ചുകൊണ്ട് അനലൈസ് ചെയ്യുന്ന സമയത്താണ് നവംബർ 13-ാം തീയതി 2012 വർഷത്തിലായിരുന്നു ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തെന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. 2012 നവംബർ 13-ാം തീയതി ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് സോഷ്യൽ ബ്ലേഡിന്റെ അനലിറ്റിക്സ് പ്രകാരം, യൂട്യൂബ് അനലിറ്റിക്സ് പ്രകാരം ഏതൊരു യൂട്യൂബ് ചാനലിന്റെയും അനലിറ്റിക്സ് നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നോക്കുന്ന സമയത്ത് 2012 തന്നെ ഇങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. 33 വീഡിയോകൾ ഈ ഒരു ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, അതായത് അർജുന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അർജുനെ കാണാതായ സമയം മുതലാണ് ഈ ചാനലിനകത്ത് നല്ല രീതിക്കുള്ള വീഡിയോസുകൾ മറ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയത്. മനാഫ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ചാനലിൽ നിന്നും എത്ര രൂപ കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം ഒന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഞാൻ സോഷ്യൽ ബ്ലേഡ് എന്ന് പറയുന്ന ഒരു പേജിനകത്ത് തന്നെ കയറിക്കൊണ്ട് ഈ ഒരു പേജിൽ നിന്ന് വ്യക്തമായിട്ടൊന്ന് അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അതനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് കിട്ടിയേക്കുന്ന പൈസ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. 0 രൂപയാണ് ഇദ്ദേഹത്തിന് കിട്ടിയേക്കുന്ന വരുമാനം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്രമാത്രം വ്യൂസ് ഉണ്ടായിട്ട്? മനാഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിനകത്ത് ഒരു വീഡിയോ 1 ലക്ഷത്തിൽ മേലെ വ്യൂസ് ഉണ്ട്. ബാക്കിയുള്ള വീഡിയോസുകൾ 2000, 3000, 4000, ചില ഒരു വീഡിയോ 40,000-ഓളം വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഇത്രമാത്രം വ്യൂസ് ഉള്ള സമയത്ത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വരുമാനം കിട്ടാത്ത എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്ന ഏതൊരു വ്യക്തികൾക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, യൂട്യൂബിനകത്ത് മോണറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ, അത് എനേബിൾ ആയി കഴിഞ്ഞാൽ മാത്രമാണ് ആർക്കായാലും ഏതൊരു വ്യക്തിക്കാണെങ്കിലും പൈസ സമ്പാദിക്കാനായിട്ട് സാധിക്കും. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 500 സബ്സ്ക്രൈബേഴ്സും 2000-ഓളം 2000-4000 വാച്ച് അവേഴ്സോളം വേണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് യൂട്യൂബ് മോണറ്റൈസേഷൻ ആയിട്ട് പറയുന്ന ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഇദ്ദേഹത്തിന് അത്രയും മാത്രം വ്യൂവർഷിപ്പോ അല്ലെങ്കിൽ അത്രമാത്രം വാച്ച് അവേഴ്സോ കാര്യങ്ങളായിട്ടില്ലായിരിക്കാം. ഇദ്ദേഹത്തിന്റെ അനലിറ്റിക്സ് കയറി നോക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ വരുമാനം എന്ന് പറയുന്നത് 0 റുപ്പീസ് ആണ്. അതായത് 1 രൂപ പോലും ഇദ്ദേഹത്തിന് വരുമാനമായി കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അനലിറ്റിക്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾ കൊണ്ട് 10,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ഒരു ചാനലിൽ ഇന്നുള്ള സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 2,37,000 പേരാണ്. 2,37,000 പേര് ഈ 2 ദിവസം കൊണ്ട് വിത്തൗട്ട് എനി റീസൺ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. കഴിഞ്ഞ ദിവസം അർജുന്റെ വീട്ടുകാർ നടത്തിയേക്കുന്ന പരാമർശം
അർജുനെ വിറ്റുകൊണ്ട് അർജുന്റെ വീഡിയോ ചെയ്തുകൊണ്ട് കാശുണ്ടാക്കുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് മാത്രം ചാനൽ തെരഞ്ഞു പിടിച്ച് വന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന ആൾക്കാരുടെ എണ്ണമാണ് 2,37,000 പേര് എന്ന് പറയുന്നത്. 2 ദിവസം കൊണ്ട് 2.5 ലക്ഷത്തോളം വരുന്ന സബ്സ്ക്രൈബേഴ്സ് ബേസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു യൂട്യൂബർ എന്നുള്ള രീതിക്ക് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം മാത്രമാണ് ഈ ഒരു ചാനലിനകത്ത് സംഭവിച്ചേക്കുന്ന ഈ ഒരു മാജിക് എന്ന് പറയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു വരുമാനം എന്ന് പറയുന്നത് ഉദ്ദേശം ഇത്രത്തോളം ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് സോഷ്യൽ ബ്ലേഡ് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഇത്രത്തോളം വ്യൂവർഷിപ്പ് ഉണ്ടാവുമായിരുന്നില്ല ഈ ഒരു വിഷയം ഇത്രമാത്രം ഒരു സെൻസേഷൻ ആക്കി മാറ്റിയില്ലായിരുന്നെങ്കിൽ. അതായത് അർജുന്റെ വീട്ടുകാർ ഇതൊരു സെൻസേഷൻ ആക്കി മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്നുള്ളൊരു കാര്യമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വലിയൊരു വിഷയമായിട്ടോ ഈ ഒരു ചാനൽ മാറുകയില്ലായിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെ വേണം മനസ്സിലാക്കാനായിട്ട്. ഇനി മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മനാഫ് എന്ന് പറയുന്ന വ്യക്തി പണപ്പിരിവ് നടത്തി എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. യൂട്യൂബ് ചാനലിലൂടെ ആണെങ്കിലും പണപ്പിരിവ് നടത്തി എന്ന് പറയുന്നു. അതല്ലാതെയും അദ്ദേഹം അർജുന്റെ പേരിൽ പണപ്പിരിവ് മറ്റൊക്കെ നടത്തി എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ബയോ നമ്മളൊന്ന് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാറ്റസ് നമ്മളൊന്ന് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7 ടോറസ് ലോറികളുള്ള വ്യക്തിയാണ്. 7 ടോറസ് ലോറികൾ, സ്വന്തമായിട്ട് 3 മരമില്ലുകൾ, ഇതുകൂടാതെ ഒരുപാടധികം തടികളുമായിട്ടുള്ള ബിസിനസ്സുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്. 7 ടോറസ് ഒക്കെ സ്വന്തമായിട്ട് ഉണ്ടാവേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിനെ കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. എൻ്റെ സാമ്പത്തിക സ്ഥിതി എന്തുണ്ട് എന്നുള്ളത് ആദ്യം ഒന്ന് അന്വേഷിച്ചാൽ ഒരു യൂട്യൂബ് വരുമാനം കൊണ്ട് ജീവിക്കേണ്ട ആളൊന്നല്ല ഞാനൊരു അത്യാവശ്യം മോശമില്ലാത്ത മുതലാളി തന്നെ. എനിക്ക് ഒരു യൂട്യൂബ് ചാനലിൽ ഒരാവശ്യമില്ല. ഈ ഓനെ തിരഞ്ഞെടുക്കുന്ന ആ സമയത്ത് പല കാര്യങ്ങളും ആരോടെങ്കിലും പറയാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. കാരണം ഈ വിഷയങ്ങൾ ആരും മറന്നു പോകാതെക്കാൻ കുറച്ച് ആൾക്കാരുള്ള യൂട്യൂബ് ചാനൽ ഞാൻ ഓരോക്കെങ്കിലും ഓരോ കാര്യങ്ങൾ അറിയി കൊടുക്കണമല്ലോ. അപ്പം ഞാൻ ഈ വിഷയത്തിൽ ഇന്നാൽ കഴിയുന്ന എല്ലാ സംവിധാനവും ഉപയോഗപ്പെടുത്തിക്കുന്നു. ഉദ്ദേശം ഒരു 40 ലക്ഷങ്ങളിൽ ഇല്ലാതെ ഒരു വണ്ടി നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കില്ല. ഇത്രയും മാത്രം സമ്പാദ്യമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടുന്ന ഇത്തിരിക്കോളം അല്ലെങ്കിൽ നക്കാപ്പിച്ച പൈസ കിട്ടിയിട്ട് വേണം ഈ ഒരു മനുഷ്യനെ ജീവിക്കാൻ എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഒരു യൂട്യൂബർ എന്നുള്ള രീതിക്ക് ഞാൻ ചിന്തിച്ചത്. ഇദ്ദേഹത്തിന്റെ ചാനലിന്റെ അന്നത്തെ സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് കാര്യമായിട്ടുള്ള വ്യൂവർ ബേസോ കാര്യങ്ങളൊന്നും ആ ചാനലിനകത്ത് ഉണ്ടായിട്ടില്ല. അതനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള പൈസ അദ്ദേഹത്തിന് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല. ഇത് മാത്രമല്ല, ഇങ്ങനെ ഒരു പരാമർശം നടത്തിക്കുന്ന സമയത്ത് അർജുന്റെ പേരിൽ മനാഫ് പണപ്പിരിവ് നടത്തുന്നു എന്നുള്ളൊരു പരാമർശം പറഞ്ഞേക്കുന്ന സമയത്തും ഇങ്ങനെ ഒരു പരാമർശത്തിന്റെ കൃത്യമായിട്ടുള്ള പ്രൂഫോ സ്റ്റേറ്റ്മെന്റോ കാണിക്കാനായിട്ട് അർജുന്റെ കുടുംബത്തിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. നമ്മളൊരു കാര്യം പറയുന്ന സമയത്ത് ആ കാര്യത്തിന്റെ വ്യക്തമായ പ്രൂഫ് കാണിച്ചുകൊണ്ട് മാത്രമായിരിക്കണം നമ്മൾ മറ്റൊരാളെ അപകീർത്തിപ്പെടുത്താനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ തെളിവുണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സിറ്റുവേഷനിലാണ് ആരൊക്കെയോ ആ കുടുംബത്തിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതിന്റെ പുറത്ത് ഇന്ന് മനാഫ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഒരു പരാമർശം, അതും വിത്തൗട്ട് എനി സ്റ്റേറ്റ്മെന്റ്, വിത്തൗട്ട് എനി പ്രൂഫ്, ഒരു പ്രൂഫ് പോലും ഇല്ലാത്ത രീതിക്ക്, ഒരു തെളിവ് പോലും ഇല്ലാത്ത രീതിക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ ആ കുടുംബം നടത്തിയിരിക്കുന്നത്. ഇതിനെ ചൊല്ലി മനാഫ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചൊരു കാര്യം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് സത്യമാണെന്നുള്ളൊരു കാര്യം തെളിവ് സഹിതം തെളിയിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കല്ലെറിഞ്ഞ് കൊന്നോളൂ എന്നുള്ളൊരു കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആ വാക്ക് എന്ന് പറയുന്നത് അത്ര ചില്ലറ വാക്കല്ല. കാരണം അതൊരു മനുഷ്യന്റെ കോൺഫിഡൻസ് ആണ്. അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹത്തിന്റെ ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ്, അത്രമാത്രം ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വണ്ടി മനാഫിന്റെ പേരിലായിരുന്നില്ല, അർജുൻ ഓടിച്ചേർത്ത വണ്ടി മനാഫിന്റെ പേരിലായിരുന്നില്ല എന്നുള്ളൊരു പരാമർശം കൂടി കാണാനായിട്ട് സാധിച്ചായിരുന്നു. അർജുന്റെ വണ്ടിയുടെ RC ഓണർ എന്ന് പറയുന്നത് മനാഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ അനുജന്റെ പേരിലാണ്. അതൊരു പക്ഷേ മനാഫിന്റെ തന്നെ വണ്ടിയാണെന്നുള്ള കാര്യത്തിൽ പറയാൻ പറ്റും. കാരണം ഇവർ സഹോദരങ്ങളാണ്, ഇവർ ഒരുമിച്ചാണ് താമസിക്കുന്നത്. നമ്മളൊരു വണ്ടി മേടിക്കുന്ന സമയത്ത് നമ്മുടെ പേര് തന്നെ വണ്ടി രജിസ്റ്റർ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. സ്വന്തം സഹോദരന്റെ പേരിൽ ഒരു വണ്ടി രജിസ്റ്റർ ചെയ്ത് പോലും ഈ നാട്ടിലുള്ള ഒരു ക്രൈമായിട്ട് മാറി എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇപ്പൊ പല പരാമർശങ്ങളും മനാഫിനെതിരെ കാണുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. പാലം കടക്കുന്നത് വരെ നാരായണ, പാലം കടന്നു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ തന്നെ ഫില്ല് ചെയ്യുക. കാരണം ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനകത്ത് സത്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്ന പല സ്റ്റേറ്റ്മെന്റുകളും, അതായത് അർജുന്റെ പേരിൽ ഒരു ചാനൽ തുടങ്ങി എന്ന് പറയുന്നത് ഒരു ക്രൈം ആണെന്നുള്ളൊരു കാര്യം, നമ്മുടെ നാട്ടിലുള്ള നിയമവ്യവസ്ഥ അതൊരു ക്രൈം ആണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ മനാഫിനെ അറസ്റ്റ് ചെയ്യട്ടെ. പക്ഷെ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുക, അതിനകത്തൊരു കണ്ടന്റ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഒരു തരത്തിലും ഒരു ക്രൈം ആയിട്ടുള്ള ഒരു കാര്യമല്ല. ആർക്കും ഈ നാട്ടിൽ സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങാനും അവരവർക്ക് ഇഷ്ടമുള്ള കണ്ടന്റുകൾ വിത്തൗട്ട് എനി ഇല്ലീഗൽ പ്രോബ്ലംസ്, അതായത് ഇല്ലീഗൽ ആയിട്ടുള്ള കണ്ടന്റുകൾ ചെയ്യാത്ത രീതിക്ക് നല്ല കണ്ടന്റുകൾ ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അർജുനെ വിറ്റ് കാശാക്കി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഒരു തരത്തിൽ യോജിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള ഒരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. കാരണം ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ആപത്ത് കാലത്ത് ഒരുപക്ഷെ മനാഫ് എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അർജുനെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ പോലും ആ വണ്ടി അവിടെ മുങ്ങിപ്പോയി എന്നുള്ളൊരു കാര്യം തെളിയിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ മനാഫിനെ സംബന്ധിച്ചിടത്തോളം ആ വണ്ടിയുടെ ക്ലെയിം അദ്ദേഹത്തിന് എടുക്കാനായിട്ട് സാധിക്കും. 10-60 ലക്ഷം രൂപ വരുന്ന ഒരു വണ്ടിയുടെ ക്ലെയിം അദ്ദേഹത്തിന് കിട്ടാനായിട്ട് ഒരുപക്ഷെ ആ വണ്ടി കണ്ടെത്തണം എന്നുള്ള നിർബന്ധം തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി വണ്ടി കണ്ടെത്തിക്കൊണ്ട് തന്നെ
ആ ഒരു ക്ലെയിം എമൗണ്ട് അദ്ദേഹത്തിന് മേടിക്കണമായിരുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 71 ദിവസങ്ങളോളം അർജുന്റെ കുടുംബം പോലും അത്രയും ദിവസങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. കഴിഞ്ഞ 2 മാസം വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നു. തീർച്ചയായിട്ടും. കാരണം ഈ തെരച്ചിൽ വീണ്ടും വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല. ഇല്ല. ഒരു സാധാരണക്കാരനെ കൊണ്ട് എത്ര കഴിയും അതിന് പരമാവധി നമ്മൾ ചെയ്തു. അങ്ങനെ ഗംഗാവലി പുഴയിലിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അവനെ. ഇനി അർജുന്റെ കുടുംബം 71 ദിവസങ്ങളോളം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു കുടുംബം അല്ലാഞ്ഞിട്ട് പോലും, ഒരു ബന്ധമല്ലാഞ്ഞിട്ട് പോലും, രക്തബന്ധമല്ലാഞ്ഞിട്ട് പോലും ഒരു സഹോദരനെ പോലെ കഴിഞ്ഞ 71 ദിവസങ്ങളോളം അർജുന് വേണ്ടിയിട്ട് പോരാടിയിരിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള രീതിക്ക് മനാഫ് എന്ന് പറയുന്ന വ്യക്തിയോടൊപ്പമാണ് ഞാൻ വ്യക്തിപരമായിട്ട് നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് ഈ സമയത്ത് പറയാനായിട്ടുള്ളത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. നല്ല മനുഷ്യർ ഇനി ഉണ്ടാവട്ടെ, നല്ല കാര്യങ്ങൾ ഇനി സംഭവിക്കട്ടെ. മനാഫ് പറഞ്ഞേക്കുന്ന പോലെ അത് എൻ്റെ കുടുംബം തന്നെയാണ് എന്ന് പറയുന്ന മനാഫിനെ പോലെയുള്ള ഒരു നല്ല മനുഷ്യനെ, നല്ല രീതിക്ക് നല്ല മനസ്സോട് കൂടി ചിന്തിക്കുന്ന നല്ല മനുഷ്യന്മാർ ഇനി ഉണ്ടാവട്ടെ എന്നുള്ളൊരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നന്ദി.